ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇടയ്ക്കിടെ വീടുകളിലേക്ക് എത്തുന്ന പൂച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പൂച്ച എത്ര ആട്ടിയാലും അത് വീണ്ടും വീണ്ടും വീടുകളിലേക്ക് ഇടയ്ക്കിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള പൂച്ചയെക്കുറിച്ചുള്ള 5 രഹസ്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഒന്നാമത്തേത് ബറക്കത്തിൻ്റെ അടയാളമാണ്. പൂച്ചകൾ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്ന വീടുകൾ ബറക്കത്തും അനുഗ്രഹവും നിറഞ്ഞിരിക്കുന്നതിൻ്റെ അടയാളമാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ വീടുകളിലേക്ക് പൂച്ചയെപ്പോലുള്ള ജീവികൾ സ്വാഭാവികമായും ആകർഷിക്കും. രണ്ടാമത്തേത് പിശാചിൽ നിന്നുള്ള സംരക്ഷണമാണ്. പൂച്ചകൾ ദിവസവും വരുന്ന വീടുകളിൽ പ്രത്യേകമായ ആത്മീയ സംരക്ഷണമുണ്ടാകും. ശൈത്വാനിൻ്റെ ഉപദ്രവം ആ വീടിനെ പെട്ടെന്ന് ബാധിക്കുകയില്ല. പൂച്ചയുടെ സ്വാധീനം ശാന്തിയുടെയും സുരക്ഷയുടെയും അടയാളമാണ്. മൂന്നാമത്തേത് റിസ്കിൻ്റെ അടയാളമാണ്. പൂച്ചകൾ ദിവസവും വരുന്ന വീടുകളിൽ ഉപജീവനത്തിൻ്റെ വഴികൾ തുറക്കപ്പെടും എന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വീഡിയോ ജൗഹരി ഉസ്താദ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പൂച്ചകൾ വരാറുള്ള വീടുകളുടെ ആരും അറിയാത്ത 5 രഹസ്യങ്ങളാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പൂച്ച ഇടയ്ക്കിടെ വരാറുണ്ടോ? എത്ര തവണ ആട്ടി ഓടിച്ചാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ചില കൗതുകകരമായ രഹസ്യങ്ങളുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള 5 രഹസ്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തെ രഹസ്യം ബറക്കത്തിന്റെ അടയാളമാണ്. പൂച്ചകൾ വീണ്ടും വീണ്ടും ഒരു വീട്ടിലേക്ക് എത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തും അനുഗ്രഹവും നിറഞ്ഞിരിക്കുന്നതിന്റെ ഒരു അടയാളമാണ്. സമാധാനവും സന്തോഷവും നിറഞ്ഞ വീടുകളിലേക്ക് ജീവജാലങ്ങൾ സ്വാഭാവികമായി ആകർഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ചില വീടുകളിൽ പൂച്ച വന്നാൽ അതിനെ ഓടിച്ചു വിടാതെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അത് ഒരു സാധാരണ മൃഗം മാത്രമല്ല, നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. രണ്ടാമത്തെ രഹസ്യം പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. പൂച്ചകൾ പതിവായി വരുന്ന വീടുകൾക്ക് ഒരു പ്രത്യേക ആത്മീയ സുരക്ഷയുണ്ട്. അതുകൊണ്ട് ശൈത്വാന്റെ സ്വാധീനങ്ങൾ അത്തരം വീടുകളെ എളുപ്പത്തിൽ ബാധിക്കുകയില്ല. അതിനാൽ പൂച്ചകളുടെ സാന്നിധ്യം ഒരു ശാന്തിയുടെയും സുരക്ഷയുടെയും അടയാളമാണ്. മൂന്നാമത്തെ രഹസ്യം റിസ്ക് വർധനയുടെ അടയാളമാണ്. പൂച്ചകൾ പതിവായി വരുന്ന വീടുകളിൽ ഉപജീവനത്തിന്റെ വാതിലുകൾ കൂടുതൽ തുറക്കപ്പെടും. അത്തരം വീടുകളിൽ നന്മകൾ വർദ്ധിക്കുകയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ പൂച്ചയെ വെറും ഒരു മൃഗമായി മാത്രം കാണാതെ അള്ളാഹുവിന്റെ നന്മകളുടെ ഒരു സൂചനയായി കാണാറുണ്ട്. നാലാമത്തെ രഹസ്യം കരുണയുള്ള ആളുകൾ താമസിക്കുന്ന വീട്. പൂച്ചകൾക്ക് സ്നേഹവും കരുണയും തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. സുരക്ഷയും സ്നേഹവും ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് അവ വീണ്ടും എത്താൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് പൂച്ചകൾ പതിവായി വരുന്നത് ആ വീട്ടിലുള്ളവരുടെ ഹൃദയത്തിലെ കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രതിഫലനമാണ്. അഞ്ചാമത്തെ രഹസ്യം റഹ്മത്തിന്റെ അന്തരീക്ഷം. പൂച്ചകൾ ശാന്തിയും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമുള്ള വീടുകളെയാണ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. അത്തരം വീടുകൾ അനുഗ്രഹങ്ങളും റഹ്മത്തും നിറഞ്ഞ ഇടങ്ങളാണ്. അതുകൊണ്ടാണ് പൂച്ചകൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ വരവിനെ ചില ആളുകൾ ഒരു നല്ല സൂചനയായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ വിഷയങ്ങൾ പലരെയും ചിന്തിപ്പിക്കുകയും കൗതുകപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ തലമുറകളായി ആളുകൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും അനുഭവങ്ങളും പറയപ്പെട്ടു വരുന്നു. നിങ്ങളുടെ വീട്ടിലും പൂച്ചകൾ പതിവായി വരാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അനുഭവം കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ ഒരിക്കലും മറക്കരുത്.